ജേർണി വിത്ത് GTHന്റെ പോഡ്കാസ്റ്റിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ദുബായ് തന്നെയാണ്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അപ്പം എന്താണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ എന്താണ് പ്രത്യേകത? എന്താണ് അത്? നമുക്ക് അവിടെ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? എത്ര രാജ്യങ്ങളുടെ വ്യത്യസ്തമായ പവലിയൻസ് ഉണ്ടാവും? കുറേയധികം രാജ്യങ്ങളുടെ 60 രാജ്യങ്ങളുടെ പോയിരുന്നല്ലോ അല്ലെ? പോയിരുന്നു. അപ്പൊ അവരുടെ കൾച്ചർ, അതുപോലെ തന്നെ ഫുഡ്, ക്യൂസീൻസ്, ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഞാൻ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബർ ജനുവരിയാണ് പീക്ക് എന്ന് പറയാൻ പറ്റുക. അത് സ്റ്റാർട്ടിങ്ങില് കുറെ സ്റ്റാളുകൾ ഉണ്ടാവത്തില്ല. ജനുവരി ടൈം ആകുമ്പോഴേക്ക് സ്റ്റാളുകൾ അവര് എല്ലാം തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. എല്ലാ രാജ്യങ്ങളും സ്റ്റാൾ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ദുബായ് എന്ന് പറയുമ്പോഴേക്കും ടെക്നോളജി, ഭയങ്കര ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി പറയുമ്പോൾ എനിക്ക് ദുബായ് ഫ്രെയിം ആണ് ഓർമ്മ വരുന്നത്. കാരണം ദുബായ് ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ടൈം, ശരിക്കും പറഞ്ഞാൽ വൺ ടൈം ഇങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരിക്കേണ്ട ഒരു രാജ്യമാണ് ദുബായ് ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് ദുബായിയുടെ പാസ്റ്റ് എന്താണോ, ദുബായിയുടെ പ്രസന്റ് എന്താണോ, ദുബായിയുടെ ഫ്യൂച്ചർ എന്താണോ, എക്സാക്ട് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരെന്താണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ദുബായ് ഫ്രെയിം മസ്റ്റ് വിസിറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബുർജ് ഖലീഫ 124ാമത്തെ ഫ്ലോർ വരെ നമുക്ക് പോകാൻ പറ്റും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ വിസ എടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനും കൂടിയാണ് ദുബായ്. ഒരു 3-4 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണല്ലോ ദുബായ്. പിന്നെ ദുബായില് ഈ ഡെസേർട്ട് സഫാരി, അതൊരു അഡ്വഞ്ചർ മോഡിലേക്ക് നമുക്ക് പോകാം. പിന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിറാക്കിൾ ഗാർഡൻ, ഗ്ലോബൽ വില്ലേജ് അല്ലെ? കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കൊക്കെ ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ദുബായിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇയർലി ഡെസ്റ്റിനേഷൻ ആഡ് ഓൺ ചെയ്യാണ്. നമുക്ക് എപ്പോ പോയി കഴിഞ്ഞാലും അത് നമുക്ക് മടുക്കാത്ത ഒരു രാജ്യമാണ് ദുബായ്. പുതുമ നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെ പറയാം. അതായത് മറ്റു രാജ്യങ്ങളിൽ നമ്മൾ പോകുന്ന സമയം നമ്മൾ പോയൊരു ദുബായിയുടെ കേസ് ഇവർ ആഡ് ഓൺ ചെയ്യാണ് ചെയ്യുന്നത്. സൈറ്റ് സീൻ ആഡ് ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. ഓരോ വർഷവും പുതിയ പുതിയ അട്രാക്ഷൻസ്. ഇപ്പൊ നമ്മുടെ ബാബ്സ് ടെമ്പിൾ ഒരു തീർച്ചയായിട്ടും, അതായത് നമ്മള് കഴിഞ്ഞ മുന്നിലത്തെ വർഷം നമ്മൾ ബാബ്സ് ടെമ്പിൾ ആഡ് ചെയ്തു. ദുബായ് ട്രാവൽ ചെയ്യുന്ന എല്ലാവരുടെയും അവരുടെ ഒരു മൈൻഡില് കാണാൻ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻ തന്നെ ബാബ്സ് ടെമ്പിൾ, അബുദാബി ടൂർ, അതുപോലെ തന്നെ ഗ്രാൻഡ് മോസ്ക് ഒക്കെ വൺ ഓഫ് ദി ഫേമസ് അട്രാക്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പം കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ള ആളുകൾക്കാണെങ്കിലും അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെ പറയാം. തീർച്ചയായിട്ടും ദുബായ് യാത്ര. അപ്പൊ ദുബായിലുള്ള ഈവനിങ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നൈറ്റ് വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ദോ ക്രൂയിസിൽ തന്നെ നമുക്ക് ഡിന്നറും കാര്യങ്ങളും ഉണ്ടാവും. ബെല്ലി ഡാൻസ് എനിക്ക് തോന്നുന്നു ഡെസേർട്ട് സഫാരിയിലാണ് വരുന്നത്. അതെ. അപ്പൊ നൈറ്റും എക്സ്പ്ലോർ ചെയ്യാം, ഡേയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ക്ലൈമറ്റ് ആണ് ജനുവരി എന്ന് പറയുന്നത്. കാരണം ചൂട് കുറവാണ്, തണുപ്പല്ല ചൂടുമല്ല, ഒരു മിതമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്. അതായത് വിസിറ്റ് ചെയ്യാൻ നമുക്ക് ഓരോ രാജ്യങ്ങളിലും ഓരോ സീസൺ ആണ്. അപ്പം ദുബായ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ദുബായ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയം ജനുവരി തന്നെയാണ് ഞാൻ എല്ലാവരുടെ പറയാം. കാരണം എന്ന് വെച്ചാൽ ജനുവരിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഗ്ലോബൽ വില്ലേജിന്റെ കേസ് ആ ഒരു ടൈമാണ്. ഈ പറഞ്ഞിരുന്ന പവലിയൻസ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്യും. ഓരോ രാജ്യത്തിന്റെ കൾച്ചർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈമാണ്. അതെ. അപ്പൊ നമുക്ക് ജനുവരി മാസത്തെ യാത്രകൾ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുബായ് മൈൻഡിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ട്രാവലുകൾ പ്ലാൻ ചെയ്യുക. ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്ലാൻ ചെയ്യുക. കാരണം നമുക്ക് 2-3 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് വിസ കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് ദുബായ്. നമുക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമ്മുടെ പാസ്പോർട്ടും ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസ എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ അവരൊരു പാസ്പോർട്ടിന്റെ കൂടെ പാസ്പോർട്ടിന്റെ കവർ പേജ് അവർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പാസ്പോർട്ടിന് 4 പേജ് വേണം. അതായത് ഫ്രണ്ട് പേജ്, ഉള്ളിലെ പേജ്, പിന്നെ പേജ്, കവർ പേജ്. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ വിസ എടുക്കണം. അത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ ഒരു ഓരോ അപ്ഡേറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും വിസ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ.
തീർച്ചയായിട്ടും അപ്പം ദുബായ് യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്ലാൻ ചെയ്യുക. അപ്പം ഓക്കെ, താങ്ക് യു. താങ്ക് യു.